ഡിവോഴ്സ്ഡ് ആയ പാരൻസിൻ്റെ മക്കളോടൊരു വാക്ക്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയ മക്കൾ എന്നുള്ളതല്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഒരു ജോലി നേടുക, സ്വന്തം കാലിൽ നിൽക്കുക, അതായത് ഭൂമിയിൽ ചവിട്ടി നിൽക്കുക, നിലപാടുകൾ ഉണ്ടാവുക, മുഖമുയർത്തി നടക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഡിവോഴ്സ്ഡ് ആയ പാരൻസിൻ്റെ മക്കൾ എന്നുള്ളതല്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി. പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ ചില കുസൃതി കുട്ടികളെ കാണുന്ന ഉടനെ ടീച്ചേഴ്സ് ഒരു കമൻറ്റ് വരാറുണ്ട്, അത് ബ്രോക്കൺ ഫാമിലിയുടെയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക്, ഞാനൊരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ പാരൻ്റാണ്. അപ്പം നമുക്ക് നല്ല ഉള്ളിൽ ഇങ്ങനെ ഒരു കുത്തും. ചിലർ അത് അറിയാതെ പറയുന്നതാണ്, ചിലർ അറിഞ്ഞുകൊണ്ട് പറയും. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ മക്കൾ പ്രശ്നമല്ലേ, അവർ പ്രത്യേകിച്ചും പെൺപിള്ളേർ വലിയ പാടല്ലയോ. അതൊക്കെ എനിക്ക് തോന്നും, ഈ പുസ്തക വായന ഇതൊന്നും കൊണ്ടൊന്നും ഒരു മനുഷ്യൻ്റെ മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. നേരും നിറവും തിരിച്ചറിവും എന്ന് പറയുന്നത് പുസ്തകം വായിച്ചതുകൊണ്ടോ പുസ്തകത്തിൻ്റെ കാറ്റടിച്ചതുകൊണ്ടോ മണം ഒടിച്ചതുകൊണ്ടോ ആർക്കും സംഭവിക്കത്തില്ല. അതിന് മനുഷ്യത്വം തന്നെ വേണം. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരമ്മയെന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് പൊള്ളലുണ്ടാവാറുണ്ട്. എൻ്റെ ഉള്ളിൽ നന്നായിട്ട് പൊള്ളലുണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കും, കാലമാണ് എല്ലാത്തിനും മറുപടി പറയേണ്ടത്. അപ്പം ഇത് ചില കുഞ്ഞുങ്ങൾ അവർ വന്ന് അവരുടെ ഒരു ട്രോമ പറയുമ്പോൾ ഞാൻ അവരെ ചേർത്ത് പിടിക്കാറുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കും, അതല്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി. നിങ്ങളുടെ അച്ഛനും അമ്മയും അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെ അവർ പിരിഞ്ഞു. നിങ്ങൾക്ക് വേറൊരു ലൈഫാണ്. അച്ഛൻ്റെ അമ്മയുടെ ലൈഫായിട്ട് നിങ്ങൾക്ക് യാതൊരു കണക്ഷനും ഇല്ല. 18 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു വ്യക്തിയാണ്, നിങ്ങൾ വേറൊരു ലൈഫാണ്. തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക.